നമ്മൾ മലയാളം ഇങ്ങനെ പദ്ധതി നടപ്പിലാക്കിയതിനു ശേഷം എല്ലാ സ്കൂളുകളിലും, അതായത് ഹൈസ്കൂളുകളിലും ഹയർ സെക്കൻഡറിയിൽ 9, 10, 11, 12 ക്ലാസ്സുകളിൽ ഓൾ കേരള ക്വിസ് കോമ്പറ്റീഷൻ നടത്താറുണ്ട് പത്രവായനയുമായി ബന്ധപ്പെട്ട്. പക്ഷെ ഇവിടെ യു പി സ്കൂളാണ്. ഹൈസ്കൂളുകളിൽ എല്ലാ വർഷവും ആ പദ്ധതി നടപ്പിലാക്കി ഓൾ കേരള തലത്തിൽ അത് ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന പ്രോഗ്രാമായിട്ട് മനോരമ നടത്തുന്നുണ്ട്. അപ്പൊ അടുത്ത വർഷം മുതൽ അത് യു പി സ്കൂളുകളിലും ഉണ്ടാവും. അപ്പോൾ അതിന്റെ ഒരു ഭാഗമായിട്ട് ഞാൻ ഇവിടുത്തെ അധ്യാപകരോട് എനിക്ക് പറയാനുള്ളത്, ഈ വർഷത്തിൽ നവംബർ മാസത്തില് ഇവിടെ കുട്ടികളുടെ ഒരു ക്വിസ് കോമ്പറ്റീഷൻ നടത്തണം. അത് നിങ്ങൾക്ക് ഒരു ക്ലാസ്സിൽ നിന്ന് 2-3 കുട്ടികളെ സെലക്ട് ചെയ്തിട്ട് ഒരു ക്വിസ് കോമ്പറ്റീഷൻ പത്രവാർത്തയുമായി ബന്ധപ്പെട്ടതായിരിക്കണം. അത് ഏത് പത്രമാണെങ്കിലും പത്രവാർത്തയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നവംബർ മാസത്തിൽ ഒരു ക്വിസ് കോമ്പറ്റീഷൻ സംഘടിപ്പിക്കുകയാണെങ്കിൽ മനോരമയുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾ വരികയും 1-2 സ്ഥാനം നേടുന്നവർക്ക് ഒരു സമ്മാനം നൽകുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അത് എന്തായാലും ഈ നവംബറിൽ നടപ്പിലാക്കണമെന്ന് മാത്രമേ എനിക്ക് അപേക്ഷിക്കാനുള്ളൂ. നന്ദി. സാമ്പത്തിക ബാധ്യതയുള്ള ഒരു പരിപാടിയാണ്. ഇത് സ്പോൺസർ ചെയ്യുന്നത് 2 റോട്ടറി മെമ്പർമാരാണ്. റോട്ടറിയൻ മോഹൻ വേങ്ങയിലും അതുപോലെ നമ്മുടെ ആൻസ് മേഴ്സി ബാബു പാലയുമാണ്. ആ അർത്ഥം അതുപോലെ ഉൾക്കൊണ്ടുകൊണ്ട് മുഴുവൻ കുട്ടികളും നിങ്ങളുടെ ഒഴിവു സമയങ്ങൾ വായനയിലേക്ക് വേണ്ടി വിനിയോഗിക്കണമെന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. ഈ പരിപാടിയിൽ സ്വാഗത ഭാഷണം നടത്തിയത് റോയ് ആൻഡ്രോസ് അവർ, അതുപോലെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ച പ്രസിഡന്റ് റോട്ടറി ക്ലബ് ജോസ് തടത്തിൽ, ഈ പദ്ധതി വിതരണം ചെയ്ത മനോരമ പ്രതിനിധി മനീഷ് അവർ, അതുപോലെ തന്നെ ഇതിവിടെ സംബന്ധിച്ച ഡോക്ടർ CD ജോസ് അവർ, മോഹനൻ വേങ്ങയിൽ അവർ, മേരി ബാബു ബേബി അവർ, മുഴുവൻ റോട്ടറി അംഗങ്ങളെ, അതുപോലെ മാധ്യമ പ്രവർത്തകരെ, മുഴുവൻ ആൾക്കാർക്കും ഒറ്റ വാക്കിൽ ചെറുപുഴ JMP സ്കൂളിന്റെ നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ അറിയിക്കുകയാണ്. ഇതിൽ സംബന്ധിച്ച് നമ്മുടെ മാനേജർ ഇതിനെ കോർഡിനേറ്റ് ചെയ്ത് വന്ന മാനേജർ ശ്രീ വേണുഗോപാൽ അവരുടെ അദ്ദേഹത്തെയും നമ്മുടെ നന്ദി അറിയിക്കുകയാണ്.